അവിടെ രണ്ടിടത്തും LDF-നും UDF-നും കുറഞ്ഞ ആ വോട്ട് വിഹിതം നേരെ ചെന്ന് വീണത് മറ്റേ ഭാഗത്ത്. കെ സുധാകരൻ മത്സരിച്ചിട്ട് പോലും UDF വോട്ട് ബാങ്കിൽ ചോർച്ച വന്നു. പേരാവൂർ എന്ന് കേട്ടാൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയം വായിച്ചു തുടങ്ങുന്ന കാലത്ത് KP നൂറുദ്ദീൻ എന്ന പേരിൻ്റെ പര്യായമായിരുന്നു പേരാവൂർ. കണ്ണൂരിൻ്റെ കിഴക്കൻ മലയോര പ്രദേശത്തെ കുടിയേറ്റ കർഷകരുടെ ഒരു മണ്ഡലമാണത് പേരാവൂര്. 5 തവണയോ മറ്റോ KP നൂറുദ്ദീൻ അവിടുന്ന് സ്ഥിരമായി ജയിച്ചു വന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേകത പറഞ്ഞാൽ 1977 ആ മണ്ഡലം ഉണ്ടാകുന്നത്. 77 മുമ്പ് ആ മണ്ഡലം ഇരിട്ടി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. 77 മുതൽ പേരാവൂർ വന്നു. അന്നു മുതൽ ഇന്നോളം അവിടെ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിന്റെ മണ്ഡലമാണ് എന്നത്തേതും എന്ന് പറയാം. ഒരിക്കൽ മാത്രം KK ശൈലജ ടീച്ചർ ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കൽ മാത്രം അടയാളപ്പെടുത്തിയത് ഒഴിച്ചാൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്. അപ്പോൾ നൂറുദ്ദീന്റെ മണ്ഡലം എന്നറിയപ്പെട്ട മണ്ഡലം ഇന്ന് KPCC പ്രസിഡന്റിന്റെ മണ്ഡലം എന്ന് പറയാൻ ആണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രത്യേകത അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യം ആ മണ്ഡലത്തിന് വന്നു ചേർന്നിരിക്കുന്നത്. ABC ന്യൂസിന്റെ ഈ മണ്ഡല പര്യടനം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡല പര്യടനം ഇന്ന് ചെന്നു നിൽക്കുന്നത് പേരാവൂരിലാണ്. പേരാവൂരിന്റെ ചരിത്രം, പേരാവൂരിന്റെ സവിശേഷതകൾ, പേരാവൂരിന്റെ തെരഞ്ഞെടുപ്പ് കണക്കുകളൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യും. ഒപ്പം പേരാവൂരിൽ ആരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ളത്, ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വോട്ടിംഗ് മാറ്റമാണ് പാറ്റേണിൽ വരാൻ പോകുന്നത് എന്നൊക്കെ പറയാനും പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾക്കല്ല, തീർച്ചയായും അത് വോട്ടർമാർക്കാണ്. നമ്മുടെ കമന്റ് ബോക്സിൻ്റെ ആദ്യം തന്നെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രവചിക്കാം. രാജേന്ദ്രൻ പന്തളം, എന്താണ് പേരാവൂർ എന്ന് കേൾക്കുമ്പോൾ അങ്ങയുടെ മാധ്യമ പ്രവർത്തന പരിചയത്തിൽ? പേരാവൂർ എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ ഒരു പ്രദേശമാണ്. സ്ഥായിയായും കണ്ണൂരിൻ്റെ തനതായ തെയ്യവും തിറയും ഒക്കെ കൂട്ടിയാടുന്ന പ്രദേശങ്ങളാണ്. ഗ്രാമീണമായിട്ടുള്ള ചാരുതയുള്ള പ്രദേശങ്ങളായിട്ടാണ് നമ്മൾ അറിയുന്നത്. പെരിയ ചുരം ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന പെരിയ ചുരം. അതുപോലെ തന്നെ പുരളിമല വളരെ പ്രസിദ്ധമായിട്ടുള്ള പുരളിമല, അത് ഇവിടെ തന്നെയാണ്. പേരാവൂർ എന്ന് പറയുന്നത് 1976 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ്. അതാണ് 77 മുതൽ കാണുന്നത്. അപ്പോൾ പേരാവൂർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേരളീയരുടെ മനസ്സിൽ ഓടി വരേണ്ടത് ജിമ്മി ജോർജ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ വോളിബോൾ താരത്തെയാണ്. എനിക്കൊരു വലിയ ഭാഗ്യം. ജിമ്മി ജോർജിന്റെ മണ്ഡലം, ജിമ്മി ജോർജിന്റെ നാടാണ് ഇത്. മലയോറ്റ കുടിയേറ്റ കുടിയേറ്റക്കാരായി. അപ്പോൾ പിന്നെ ഞാനൊരു കുട്ടിക്കാലത്ത് ക്ലാസ് കട്ട് ചെയ്തു ജിമ്മി ജോർജിന്റെ വോളിബോൾ അവർ പ്രാക്ടീസ് കാണാൻ പോകും. ഇപ്പോഴും എൻ്റെ ശേഖരത്തിൽ എവിടെയോ ഉണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ തുടങ്ങുകയാണ് ഈ പത്രങ്ങൾ എടുത്ത് വയ്ക്കുന്ന ശീലം. ഇതിൽ ഈ വോളിബോളിൻ്റെ നെറ്റ് മാഷ് കണ്ടിട്ടുണ്ടാവും. ആ നെറ്റിൽ ഇദ്ദേഹത്തിൻ്റെ തൈസ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ നെറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ മുകളത്തെ ഇതുണ്ടല്ലോ, ആ നെറ്റ് വലിച്ചിട്ടുന്ന മുകൾ നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ പഴയ പടങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ആ തൈസൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഈ പിന്നെ മറ്റൊരു ഫുട്ബോൾ താരം റുബിനിക്ക് എന്നൊക്കെ പറയും, വെസ്റ്റ് ജർമ്മനിയുടെ. അപ്പോൾ അവരുടെയൊക്കെ തൈസ് എന്ന് പറയുന്നത് അതേപോലെ എന്തൊരു ഫിസിക്കൽ അറിയും. അതുമല്ല ഇദ്ദേഹത്തിൻ്റെ സ്മാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് ആദേശിച്ച് പട്ടാക്കെന്ന് കേൾക്കും. വെറുതെ അല്ല, ഇന്ത്യയിൽ നിന്ന് ഒരു പ്ലെയർ ഒരു ഇറ്റാലിയൻ ക്ലബിലേക്ക്, ലോകപ്രശസ്തമായ ഒരു ക്ലബിലേക്ക് കയറുന്ന ആദ്യ മനുഷ്യനാണ്. പിന്നീട് വളരെ സംശയങ്ങൾ ഉണർത്തുന്ന ഒരു മരണത്തിലേക്കാണ് അദ്ദേഹം കാരണപ്പെടുന്നത്. അത് ആ കാലത്ത് ഇന്നത്തെ പോലെ മാധ്യമങ്ങളൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയമാണ്. ഇല്ലാത്തത് കൊണ്ട് എന്തോ എവിടെയോ ഒരു പിഴവ് സംഭവിച്ചു. അപ്പോൾ കേരളത്തിന് എനിക്ക് തോന്നുന്നു ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു 2 ടീമിന് ഇറക്കാനുള്ള ആൾക്കാരുണ്ട്. അത്രയ്ക്ക് വളരെ പ്രശസ്തമായ ഒരു കുടുംബം. നമുക്കത് ഓർക്കാതെ പോകാൻ കഴിയില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവർ ജിമ്മി ജോർജിന്റെ പഴയ ഏതെങ്കിലും ക്ലിപ്പിംഗ്സ് കിട്ടുമെങ്കിൽ നിങ്ങൾ ദയവായി എടുത്ത് അദ്ദേഹത്തെ ഒന്ന് കാണണം. അങ്ങനെ പേരാവൂര്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ജിമ്മി ജോർജിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജിമ്മി ജോർജിനോട് ഒരു സഹയാത്രികനാവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നാണ് തോന്നുന്നു കയറി. അദ്ദേഹം നല്ല തിരക്കുള്ള ട്രെയിനാണ്, നിൽക്കുകയാണ്, വേറെ സീറ്റിലൊന്നും ഇരിക്കുകയല്ല. നല്ല പുള്ളി വന്ന് തൊടുമ്പോൾ അറിയാം പുള്ളിയുടെ മസിൽസിൻ്റെ അതൊക്കെ അറിയാം. കാര്യമൊക്കെ ശരിയാ. പക്ഷേ ആ തിരുവല്ല ആ ഭാഗത്തുള്ള ആൾക്കൂട്ടത്തിനിടയിൽ പുള്ളി തിരുവല്ലയിൽ ഇറങ്ങാൻ വളരെ ബന്ധപ്പെട്ടു.
ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായിക്കേണ്ടി വന്നു പുള്ളിയെ. കാരണം ഇത്രയും മസിലുള്ള ആളായിട്ടും ഒരു പരിധി കഴിഞ്ഞ് ഈ മസിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. തിരക്കിനിടയിൽ കൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഞാനും കൂടെ സഹായിച്ച് ഇത് ഒരു ഇന്റർനാഷണൽ താരമല്ലേ, താരത്തിന് ഇറങ്ങാൻ അവിടെ പറ്റിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെയും കൂടെ ആവശ്യമായിട്ട് കണക്കാക്കി അദ്ദേഹത്തിനെ ഇറക്കി വിടാൻ. ഇത് മരണത്തിന് മുമ്പാണ്. അങ്ങനെ ഒരു ചാരിതാർത്ഥ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. പേരാവൂരിന്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് തന്നെ ഈ മന്ത്രിമാരായ അവിടുന്ന് ഇപ്പോ ജയിച്ചു പോയ MLA-മാര് ഇപ്പോ തീർച്ചയായിട്ടും സണ്ണി ജോസഫ് മാത്രമാണ് ഒടുവിലത്തെ MLA. അദ്ദേഹം KPCC പ്രസിഡന്റാണ്, മന്ത്രി ആയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ മന്ത്രിയാവാൻ ഒരു പക്ഷേ UDF വന്നാൽ ഉറപ്പായും മന്ത്രിയാവാൻ ഇടയുള്ള ഒരാളാണ്. അതിനു മുമ്പ് വന്ന രണ്ടുപേരും KP നൂറുദ്ദീൻ വനം സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്നു കരുണാകരൻ മന്ത്രിസഭയിൽ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ശൈല ടീച്ചറും MLA മാത്രമല്ല, അവിടുന്ന് അല്ലെങ്കിൽ പോലും പിന്നീട് തൊട്ടടുത്ത മണ്ഡലത്തിൽ അപ്പുറത്തെ മട്ടന്നൂരിൽ ജയിച്ചപ്പോഴാണ് മന്ത്രിയായത്. എങ്കിലും അവരും മന്ത്രിയായിട്ടുണ്ട്. KP നൂറുദ്ദീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് ഇതിന്റെ എല്ലാവർക്കും അഴിമതി ആരോപണം തീർച്ചയായിട്ടും ഉണ്ട്. ഒരു അഴിമതിയുടെ ആരോപണം ആ കാലഘട്ടത്തിൽ ഇല്ലാതെ ഭരണം നടത്തിയ ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിലെ സമവാക്യങ്ങളിൽ ആന്റണി കരുണാകരൻ ആ ഒരു കാലത്താണത്. ഒരു ഭാഗത്ത് PH മുസ്തഫ കരുണാകരന് വേണ്ടി അവിടെ അങ്ങനെ അഴിമതി പിന്നെ നടത്തിയിട്ടില്ലെങ്കിൽ ഈ ഭാഗത്ത് മറ്റ് ആൾക്കാരുണ്ട് ബാലൻസ് നടത്തുന്ന ആൾക്കാർ. അതെ അതെ തീർച്ചയായിട്ടും അതാണ് സ്ഥിതി. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നിയമസഭയുടെ കണക്കൊന്ന് നോക്കാം അല്ലെ. ഏറ്റവും ഒടുവിലത്തെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016-ലും 2021-ലും അവിടെ ജയിച്ചത് സണ്ണി ജോസഫ് തന്നെയാണ്. രണ്ടാമത്തെ തവണ അദ്ദേഹം ജയിച്ച് MLA ആയ സമയത്താണ് അദ്ദേഹം KPCC പ്രസിഡന്റായി വരുന്നത്. സണ്ണി ജോസഫിന്റെ പക്ഷേ നിർണായകമായ ഒരു വ്യത്യാസമുള്ളത്, സണ്ണി ജോസഫ് 2016-ൽ മത്സരിച്ചു, 2021-ലും അതേ സണ്ണി ജോസഫ് അവിടെ തന്നെ ജയിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു പോയി. എന്താണ് പറ്റിയത് എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, 2 തവണയും അദ്ദേഹത്തിനെതിരായിട്ട് CPM സ്ഥാനാർത്ഥികളായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നുണ്ട്. 2016-ൽ അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനാണ്. വേറൊരു പ്രത്യേകത, ഈ മണ്ഡലത്തിന്റെ ഒരു ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുടിയേറ്റ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവാൻ ഇടയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ആദ്യത്തെ 5 തവണയെങ്കിലും തുടർച്ചയായിട്ട് ജയിച്ചത് KP നൂറുദ്ദീനാണ്. പിന്നെ ഒരിക്കൽ ജയിച്ച MD മുസ്തഫയാണ്. ഇപ്പോ സണ്ണി ജോസഫാണ്. അതിനിടയിൽ ശൈല ടീച്ചറും ജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഈ പറഞ്ഞ സാമുദായികമായ വികാരങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, കുടിയേറ്റ ഇപ്പൊ ഇന്നത്തെ പോലുള്ള ഒരു സാമുദായിക ധ്രുവീകരണമോ ചിന്തയോ ഇല്ലാത്ത പേരാവൂരിനെ ഒരു കാലത്തും ബാധിച്ചിട്ടില്ല എന്ന് ഒരു മതനിരപേക്ഷ മണ്ഡലമെന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു ടിപ്പിക്കൽ മതനിരപേക്ഷ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ 2 തെരഞ്ഞെടുപ്പിലും CPM അവിടെ മാറി മാറി. ഇപ്പൊ അഡ്വക്കേറ്റ് ബിനോയ് കുര്യനാണ് 2016-ൽ സണ്ണി ജോസഫിനെതിരായി മത്സരിച്ച് നോക്കിയത്. ഒരു ക്രിസ്ത്യാനിക്ക് എതിരായി ക്രിസ്ത്യാനിയെ നിർത്തിയാൽ എന്താവും എന്നറിയാനായിരിക്കും അത്. പക്ഷേ അത് ഫലം കണ്ടില്ല. പക്ഷേ 2021-ലെ തെരഞ്ഞെടുപ്പിൽ KV സക്കീർ ഹുസൈൻ എന്ന ഒരു മുസ്ലിം CPM നേതാവിനെ നിർത്തി നോക്കി. അതുകൊണ്ടാണോ എന്നറിയില്ല, സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷത്തിൽ ചെറിയ കുറവ് വരുത്താൻ പറ്റി. അത് എപ്പോഴാണ് 10,000 വോട്ട് കൂടിയിട്ടുണ്ട് ആ മണ്ഡലത്തിൽ. 10,000 വോട്ട് കൂടുമ്പോഴും ഭൂരിപക്ഷം കുറയുകയാണ്. അത് വളരെ ഗൗരവമായിട്ട് സണ്ണി ജോസഫ് പരിശോധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. NDA മുന്നണി അത് ആദ്യത്തെ 2016-ലെ തെരഞ്ഞെടുപ്പിൽ BDJS-നാണ് കൊടുത്തത്. 21-ൽ BJP തന്നെ നേരിട്ട് മത്സരിച്ചു. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. 10,000-ൽ താഴെ വോട്ടിന് 9,129 ആയിരുന്നു 2016-ൽ. 2021-ൽ അത് 9,155ആണ്. പ്രേക്ഷകർക്കായിട്ട് ഈ കണക്കുകൾ കൂടി ഒന്ന് തീർച്ചയായിട്ടും ഈ പാനൽ വോട്ടിൽ BJP-യുടെ പാനൽ വോട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ BJP പാനൽ വോട്ടിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. അത് BDJS മത്സരിച്ചാലും BJP മത്സരിച്ചാലും. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക്. ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂടി നോക്കൂ. നമ്മൾ 2019-ലും 2024-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പേരാവൂർ മണ്ഡലത്തിൽ വോട്ട് ഏതാണ്? കണ്ണൂരാണോ മണ്ഡലം? കണ്ണൂർ മണ്ഡലത്തിലെ പേരാവൂരിൽ വോട്ട് വിഹിതം എന്ന് പറയുന്നത് UDF-ന് 53.7 ആണ്. 74,539 വോട്ടുകൾ. അതായത് LDF-ലേക്ക് വരുമ്പോൾ 50,874 36.6. NDA-ക്ക് 7.2 ഉണ്ട്, 10,054 ഇത് 2019-ലെ കണക്കാണ്. 24-ലേക്ക് വരുമ്പോൾ UDF-ന് 19 ഉണ്ടായിരുന്ന 53.7 എന്നുള്ളത് 52.2 കുറയുന്നു. 70,430 ചെറിയൊരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട് 24 വരുമ്പോൾ. LDF-ന് 36.6 എന്ന് പറയുന്നതിൽ നിന്നും 34.8 LDF-നും കുറയുന്നു. പക്ഷെ അവിടെ കാണേണ്ടത് 7.2 എന്ന് പറയുന്ന 19-ലെ വോട്ട് വിഹിതത്തിൽ നിന്ന് വർദ്ധിച്ച്
11.4 NDA അത് NDAക്ക് നില മെച്ചപ്പെട്ടു. അപ്പോൾ ഈ അവിടെ രണ്ടിടത്തും LDF നും UDF നും കുറഞ്ഞ ആ വോട്ട് വിഹിതം നേരെ ചെന്ന് വീണത് മറ്റേ ഭാഗത്തേക്കാണ്. ഇതാണ് NDAക്കാണ് മെച്ചം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത്ഭുതകരമാണത്. കാരണം MP ആയിട്ട് പാർലമെന്റിലേക്ക് പോകുന്ന കെ സുധാകരനാണ്. കെ സുധാകരന്റെ കണ്ണൂർ ജില്ലയാണ്. കെ സുധാകരൻ മത്സരിച്ചിട്ട് പോലും UDF വോട്ട് ബാങ്കിൽ ചോർച്ച വന്നു എന്ന് വേണം. എപ്പോ മറ്റു പല ഇടതുപക്ഷ മണ്ഡലങ്ങളിലും സുധാകരൻ മുന്നേറിയിട്ടുണ്ട്, പലയിടത്തും വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം, ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് പോകാത്ത കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലത്തിൽ കെ സുധാകരന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. കെ സുധാകരന്റെ വോട്ടിംഗ് നില പാറ്റേൺ കുറഞ്ഞിട്ടുണ്ട്, വോട്ടിംഗ് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. സണ്ണി ജോസഫിന്റെ ലീഡും കുറഞ്ഞിട്ടുണ്ട്. അത് ആശങ്കാജനകമാണ് അവർക്ക്. അത് അവർ പരിശോധിക്കട്ടെ. ഇനി ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പേരാവൂരില് 66,337 വോട്ടുകളാണ് UDF എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫിന് കിട്ടിയ അതേ വോട്ട്. 55,104 LDF. NDAയുടെ കണക്കുകൾ നമുക്കിപ്പോൾ ലഭ്യമല്ല. LDF 55 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലേ? 85 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അവിടെ നല്ല വ്യത്യാസമുണ്ട്. അതായത് സാറേ 66,337 പക്ഷേ 55 ഉള്ളൂ. നല്ല വർധന ആ ഭാഗത്തേക്കുണ്ട് UDF. ഇതാണ് 11 ആണ് കണക്കുകളുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഈ മണ്ഡലങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ വോട്ട് വിഹിതം കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് പറയാം. 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യം വെച്ച് നോക്കിയാൽ നമ്മുടെ 2016-ലും 2021-ലും വിജയിച്ചത് സണ്ണി ജോസഫാണ്. മൊത്തം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചത് 48.10 65,659 വോട്ടുകൾ ലഭിച്ചു. നേരെ അത് 21-ലേക്ക് വരുമ്പോൾ 46.93 ആണ്. 1% വോട്ട് ഷെയർ കുറഞ്ഞു. 66,706 വോട്ടുകൾ ലഭിച്ചു. പക്ഷേ അവിടെ 16-ലുണ്ടായിരുന്ന 7,989 എന്ന് പറയുന്ന ഭൂരിപക്ഷം 3,172 കുറഞ്ഞു. ഇതാണ് പിന്നെ രണ്ട് ഭാഗത്തും മത്സരിച്ചത്, 2 വർഷവും മത്സരിച്ചത് CPM കാൻഡിഡേറ്റ് ആണ്. സെക്കൻഡ് വന്നത് പിന്നെ BJP. ഇതാണ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുള്ള സ്ഥിതിവിശേഷം. ഇനി എന്തായാലും ഇപ്പോൾ ഇതാണ് കണക്കുകൾ, വസ്തുതകൾ ഇതാണ്. ഈ പേരാവൂരിന്റെ ചരിത്രം അതാണ്. അതുകൊണ്ട് ഇനി തീരുമാനിക്കേണ്ടത്, ഇനി പ്രവചിക്കേണ്ടത് തീർച്ചയായിട്ടും പേരാവൂരിനെ അറിയുന്ന വോട്ടർമാരാണ്. വോട്ടർമാർക്ക് പ്രവചിക്കാൻ ABC ന്യൂസിന്റെ കമന്റ് ബോക്സിലുള്ള അവസരം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേഗം കമന്റ് ബോക്സിലേക്കെല്ലാം ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയ സാധ്യത എന്ന് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. നിങ്ങളിലൂടെയാണ്, നിങ്ങളുടെ പ്രവചനത്തിലൂടെയാണ് ABC ന്യൂസിന്റെ പ്രേക്ഷകർ പേരാവൂരിനെ വിലയിരുത്താൻ കാത്തിരിക്കുന്നത്. എത്രയും വേഗമാകട്ടെ. 2026-ൽ കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026-ൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.